Hi all, this is Abhay from Prepwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ടു Prepwise UG+. Prepwise UG+ലേക്ക് ഏവർക്കും സ്വാഗതം. ടാർഗറ്റ് CUET 2024-ന്റെ ഭാഗമായിട്ട് 2023 CUET PGയിൽ ചോദിച്ചിട്ടുള്ള പാർട്ട് എയിലെ കുറച്ച് ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക, എസ്പെഷ്യലി ഫ്രം ജനറൽ അവയർനെസ്. ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ കറണ്ട് അഫയേഴ്സ് വരും, ജനറൽ നോളജ് വരും, അങ്ങനെ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. 5 ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് 20 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ആ 5 ചോദ്യങ്ങളും ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരുപാട് ഏരിയാസ് കവർ ചെയ്യേണ്ടതുണ്ട്. അത് ഇപ്പം തുടങ്ങിയാലേ നിങ്ങൾക്ക് അത് കവർ ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ പാർട്ട് എയ്ക്കും അതുപോലെ തന്നെ 18ഓളം വരുന്ന സബ്ജക്ട്സിന് വേണ്ട എല്ലാവിധ സപ്പോർട്ടും UG+ൽ അവൈലബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. വിളിക്കുക, സംസാരിക്കുക, എന്നിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് ഒട്ടും സമയം കളയാൻ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഇന്ന് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. ആദ്യ ചോദ്യം, ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം തരും, എന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ഏതൊക്കെയാണ് തെറ്റ് എന്നുള്ളത് നമ്മൾ പറയണം. സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് GDP is the final value of the goods and services produced within the geographical boundaries of a country during a year. അപ്പോൾ പലരും വിചാരിക്കുന്നുണ്ട് ഇതൊക്കെയാണോ ചോദിക്കുക എന്നുള്ളത്. ഇതും ചോദിക്കാം, അതാണ് അതിന്റെ ശരി. അപ്പോൾ ഇങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെ നമ്മൾ കവർ ചെയ്യേണ്ടതുണ്ട്. ഇത് ആക്ച്വലി എന്താണ്, എക്കണോമിക്സ് ആണ് അല്ലേ. അപ്പോൾ ഇതിൽ GDP പറ്റി പറയുന്നത് വളരെ കറക്റ്റ് ആയുള്ള കാര്യമാണ്. ഫൈനൽ വാല്യൂ ഓഫ് ദി ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് വിത്തിൻ ദി ജോഗ്രഫിക്കൽ ബൗണ്ടറീസ് ഓഫ് എ കൺട്രി ഡ്യൂറിങ് ഇയർ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. ഇത് കുറച്ചൊക്കെ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ, ശരിയാണ്. പക്ഷേ ആ ഏരിയാസ് ഒക്കെ തന്നെ കവർ ചെയ്ത് പോകുന്നുണ്ട് നമ്മൾ. സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് NDP ഈക്വൽസ് ടു ദി GDP പ്ലസ് ഡിപ്രിസിയേഷൻ ഓൺ കൺട്രി ക്യാപിറ്റൽ ഗുഡ്സ്. GDP പ്ലസ് എന്നാണ് ഇവിടെ പറയുന്നത്, പക്ഷേ ശരിക്കും NDP എന്ന് പറയുന്നത് GDP മൈനസ് ഡിപ്രിസിയേഷൻ ആണ്. ഹെൻസ് ഇവിടെ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് അല്ല. Therefore, both statement 1 and 2 are correct അല്ല. Statement 1 is correct, but statement 2 is incorrect. Option C ആണ് right answer. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മാച്ച് ലിസ്റ്റ് 1 with ലിസ്റ്റ് 2. ചേരുംപടി ചേർക്കാനാണ്. വ്യത്യസ്ത കമ്മിറ്റികളാണ്. ഇതും കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ കമ്മിറ്റീസ് നോക്കി വെക്കണം. പലപ്പോഴായിട്ട് ഫോം ചെയ്തിട്ടുള്ള പല പേർപ്പസുകൾക്കായിട്ടാണ് ഓരോരോ കമ്മിറ്റി ഫോം ചെയ്യുക. അതിൽ പലപ്പോഴും ഉണ്ടാവുക സിവിൽ സർവീസ് ഓഫീസേഴ്സ്, റിട്ടയർഡ്, അതുപോലെ സുപ്രീം കോടതി ജഡ്ജ്, അങ്ങനെ വലിയ വലിയ സ്ഥാനത്ത് ഇരുന്നവരെ വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ സയന്റിസ്റ്റുകൾ, നമ്മളൊരു കമ്മിറ്റി രൂപീകരിക്കുക കാര്യമായ കാര്യങ്ങളൊക്കെ തന്നെ പഠിക്കുന്നതിനായിട്ട്. സോ ഇവിടെ കുറച്ച് കമ്മിറ്റികൾ കൊടുത്തിട്ടുണ്ട്. ബിമൽ ജലൻ കമ്മിറ്റി, ബിർള കമ്മിറ്റി, SR ഹാഷിം അല്ല, ആക്ച്വലി SR ഹാഷിം കമ്മിറ്റിയാണ് കേട്ടോ. SR ഹാഷിം കമ്മിറ്റി, ചതുർവേദി, അദ്ദേഹത്തിന്റെ ഒരു കമ്മിറ്റി. ഇനി ഈ കമ്മിറ്റി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യൻ എക്കണോമിയിലെ വ്യത്യസ്ത സെക്ടേഴ്സ് ആണിത്. കോർപ്പറേറ്റ് ഗവർണൻസ് പഠിക്കാൻ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ഇംപ്രൂവിംഗ് നാഷണൽ ഹൈവേസ് ഇൻ ഇന്ത്യ പഠിക്കാൻ മറ്റൊരു കമ്മിറ്റി. അർബൻ പോവർട്ടി, മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്ട്രുമെന്റ്സ്, അത് പഠിക്കുന്നതിനായിട്ട് ഒരു കമ്മിറ്റി. അപ്പൊ ഏതാണ് ഇതിൽ കറക്റ്റ് ആൻസർ എന്നുള്ളതാണ് നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് തന്നെയാണ്. അപ്പൊ എല്ലാ ചോദ്യങ്ങളിലെയും പോലെ കറക്റ്റ് ആൻസർ ആണ് നമുക്ക് ആവശ്യം. ഇതിലിപ്പോ ബിമൽ ജലൻ കമ്മിറ്റി എടുക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തെ പറ്റി അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇത് അത്യാവശ്യം ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ബിക്കോസ് ബിമൽ ജലൻ എന്നുള്ളത് മുൻ RBI ഗവർണർ ആണ്. ഓക്കെ, സോ അതുകൊണ്ട് അദ്ദേഹത്തെ വേണമെങ്കിൽ ഇതിൽ കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഏതാണ്, ഒരു RBI ഗവർണറെ ഹെഡ് ആക്കിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റി. അങ്ങനെ ഒരു RBI ഗവർണറെ കൊണ്ട് ഇതിൽ എന്തായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഏത് കാര്യം പഠിക്കാനായിരിക്കും കൂടുതലായിട്ട്? ഇത് എല്ലാം തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. പക്ഷെ ഇതിൽ കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അത് ആസ് സച്ച് ഞാൻ പറയുകയാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ടഫ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ഇതിനെ കണക്കാക്കാം, ഹാർഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്ട്രുമെന്റ്സ് പഠിക്കുന്നതിനായിട്ടാണ് ബിമൽ ജലൻ കമ്മിറ്റി ഫോം ചെയ്തത്. സോ A4 ആണ്. A4 അപ്പം വരുന്നതുകൊണ്ട് തന്നെ 1ഉം 2ഉം നമുക്ക് ഒഴിവാക്കാം. ഇനി ബാക്കി ബിർള കമ്മിറ്റി, അതുപോലെ തന്നെ SR ഹാഷിം കമ്മിറ്റിയും ചതുർവേദി കമ്മിറ്റിയും എന്തൊക്കെ ഏരിയാസ് ഹാൻഡിൽ ചെയ്തു നോക്കേണ്ടതുണ്ട്. ബിർള കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വലി KM ബിർള കമ്മിറ്റിയാണ് അവർ ഹാൻഡിൽ ചെയ്തത്. കോർപ്പറേറ്റ് ഗവർണൻസ് ആണ്. ബട്ട് സ്റ്റിൽ ആൻസർ അവിടെ നമുക്ക് ലഭിക്കുന്നില്ല, കാരണം ഈ 2 ഓപ്ഷൻസിലും B1 തന്നെയാണ്. ഓക്കെ, ആകെ സിയിലാണ് വ്യത്യാസമുള്ളത്. സി ഏതാണ്? C3 എന്നാണ് ഓപ്ഷൻ 3 പറയുന്നത്. അതായത് SR ഹാഷിം കമ്മിറ്റി അർബൻ പോവർട്ടി ആണെന്നാണ് പറയുന്നത്. പക്ഷെ താഴേക്ക് വരുമ്പോഴോ SR ഹാഷിം കമ്മിറ്റി ഇംപ്രൂവിംഗ് നാഷണൽ ഹൈവേസ് ഇൻ ഇന്ത്യ എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. പക്ഷെ ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് C3 തന്നെയാണ്. SR ഹാഷിം കമ്മിറ്റി അർബൻ പോവർട്ടി പഠിക്കുന്നതിനായിട്ട് നിയമിച്ച കമ്മിറ്റി ആയിരുന്നു. Therefore the right answer is option 3.
ലാസ്റ്റുള്ള കമ്മിറ്റി ചതുർവേദി കമ്മിറ്റി വളരെ റീസെന്റ് ഫോം ചെയ്തതാണ്. ഇംപ്രൂവിംഗ് നാഷണൽ ഹൈവേസ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഡിജി യാത്ര ഫെസിലിറ്റി ഹാസ് ബീൻ ഇംപ്ലിമെന്റഡ് അറ്റ് ഡാഷ് ഇൻ ദ കൺട്രി. എവിടെയാണ് ഡിജി യാത്ര ഫെസിലിറ്റി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. അത് വ്യത്യസ്ത സെക്ടേഴ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട്, ഇൻഡസ്ട്രിയൽ ബസ് ടെർമിനൽ, പോർട്ട്. ഇതിൽ ഡിജി യാത്ര എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ല, നമ്മുടെ ഫേഷ്യൽ റെക്കഗ്നിഷൻ ത്രൂ മാത്രം നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് ഡിജി യാത്ര. ഇത് കറന്റ് അഫയേഴ്സിൽ നിന്നുള്ള ചോദ്യം, കാരണം ഇത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത് ഡിസംബർ 2022 ഓക്കെ. ആൻഡ് ഈ ഫെസിലിറ്റി നമുക്ക് അവൈൽ ചെയ്യാൻ സാധിക്കുക എയർപോർട്ടുകളിലാണ്. ഇപ്പോൾ ഹൈദരാബാദ് പോലുള്ള എയർപോർട്ടുകളിലൊക്കെയാണ് ഇത് ഇനീഷ്യലി വന്നത്. ഇപ്പോൾ ഏകദേശം 7ഓളം എയർപോർട്ടുകളിൽ ഈ ഒരു ഫെസിലിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കറന്റ് അഫയേഴ്സും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വിച്ച് ഫീച്ചർ ആക്ട്സ് ആസ് എ വാട്ടർഷെഡ് ബിറ്റ്വീൻ ദി ഇൻഡസ് ആൻഡ് ഗാൻജറ്റിക് റിവർ ബേസിൻസ്. വാട്ടർഷെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു റിഡ്ജ് ആണ്. ഇപ്പൊ 2 നദികൾ ഒഴുകുന്നുണ്ടെന്ന് കരുതുക. അപ്പൊ ഇതിനെ വേർതിരിക്കുന്ന ഒരു മലനിരയായിട്ട് നമുക്ക് ഈ വാട്ടർഷെഡിനെ മെൻഷൻ ചെയ്യാം. ഓക്കെ. അരാവലി റിഡ്ജ് ആണോ, ശിവാലിക് ഹിൽസ് ആണോ, വിന്ധ്യ റേഞ്ച് ആണോ, സത്പുര ഹിൽസ് ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ? ഇവിടെ ഇൻഡസ് അതുപോലെ ഗാൻജറ്റിക് റിവർ ബേസിൻസിനെ ഡിവൈഡ് ചെയ്യുന്നത്, രണ്ടിനെ രണ്ടായിട്ട് ഒഴുകാൻ സഹായിക്കുന്നത് അരാവലി റിഡ്ജ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ദ ജെം പോർട്ടൽ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡീൽസ് വിത്ത്. ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ്. ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ്, ഇതാണ് ജെമ്മിന്റെ ഫുൾ ഫോം. അപ്പൊ ഇതും കറന്റ് അഫയേഴ്സ് എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്, അധികം ഒന്നും ആയിട്ടില്ല റിലീസ് ചെയ്തിട്ട്. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് വേണ്ട കുറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സൈറ്റ് ത്രൂ എന്ത് ചെയ്യാൻ പറ്റും? പ്രൊക്യൂർ ചെയ്യാൻ പറ്റും. സോ അതിലൂടെ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ആസിന് ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് ബാറ്റും ബോളൊക്കെ വേണമെന്ന് കരുതുക, നിങ്ങൾ ജെം പോർട്ടലിൽ കയറിയിട്ട് വേണം അത് ബുക്ക് ചെയ്യാനും. അത് നിങ്ങൾക്ക് പിന്നെ അവർ അയച്ചു തരികയാണ് ചെയ്യുക. അതാണ് അതിന്റെ പ്രൊസീജിയർ. ഇവിടെ പബ്ലിക് പ്രൊക്യൂർമെന്റ് എന്നുള്ളത് തന്നെയാണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇങ്ങനെ സെഷൻസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഫ്രണ്ട്സിലേക്കൊക്കെ തന്നെ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. മറ്റൊരു സെഷനുമായിട്ട് ഞാൻ വൈകാതെ വരുന്നതായിരിക്കും. ഒരിക്കൽ കൂടെ UG+നെ പറ്റി അറിയുന്നതിനായിട്ട്, CUET PGയെ പറ്റി കൂടുതലായിട്ട് അറിയുന്നതിന് ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലറുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വിളിക്കുക, സംസാരിക്കുക, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. പീസ് ഔട്ട്.